ഗായ്സ് ഞങ്ങളിത് അഡ്മിറ്റ് ആവാൻ വേണ്ടി പോവാണേ. എൻ്റെ പൊന്ന് ഗായ്സ്, ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ. അതൊന്നും കാണിക്കാതെ ഞാനിങ്ങനെ ഇളിച്ച് നിൽക്കണം. ബാഗെല്ലാം പാക്കാണ്. അപ്പം നമുക്ക് പോയാലോ? അങ്ങനെ ഇത് ഹോസ്പിറ്റലിലൊക്കെ എത്തിയിട്ട് നമ്മൾ അഡ്മിഷൻ്റെ കാര്യമൊക്കെ റെഡിയാക്കി. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു പോയി ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അത്തൂസാണെങ്കിൽ ഇവിടെ ഭയങ്കര കളിയും ബഹളമൊക്കെ കേട്ടോ. അവൾക്കാണെങ്കിൽ ഇവിടെ ഫുള്ള് ഓടണം, അവളുടെ പിന്നാലെ ഞാനും. അങ്ങനെ അവളെ ഒന്ന് സെറ്റാക്കി ഇരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വീഡിയോ കാണിച്ചു കൊടുത്തു ഫോണിൽ. നമുക്ക് സൈൻ ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ആൾ ഇറങ്ങി ഓടി, അവളുടെ പിന്നാലെ ഞാനും. അതിനുശേഷം നമ്മൾ റൂമിലേക്ക് പോയി. അങ്ങനെ ഇതേ റൂമിലെത്തിയിട്ടോ. ഞാനിപ്പോൾ മൂഡ് ഓഫ് ആയി ഇരിക്കാൻ കാരണം അത്തൂസും ചേട്ടായും പുറത്താണ്. അവരെ ഇനി ഉള്ളിലേക്ക് കയറ്റത്തില്ല. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ അങ്ങനെ കേട്ടോ, ഒരു ലേഡി മാത്രമാണ് നൈറ്റ് കൂടെ നിൽക്കാൻ പാടുള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണിയായി കാണും. അപ്പോൾ പിന്നെ ഞാൻ അവരോട് പറഞ്ഞു എന്തായാലും ഇനി വീട്ടിലേക്ക് പൊക്കോളൂ, ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ കയ്യിൽ ടാഗൊക്കെ കെട്ടി തന്നു കേട്ടോ. ഇപ്പോൾ എൻ്റെ ടെൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ പെയിനൊന്നും വന്നില്ല. ഇന്ന് ജൂലൈ 1-ാം തീയതിയാണ്. അപ്പോൾ ഇതുവരെ പെയിനൊന്നും വന്നില്ല. അപ്പോൾ ഇനി എന്തായിരിക്കും അവർ നെക്സ്റ്റ് ചെയ്യാൻ പോവുക? വേദനയ്ക്കുള്ള മരുന്ന് വെക്കുമോ, അല്ലെങ്കിൽ സിസേറിയൻ നടക്കുമോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുക കേട്ടോ ഞാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2ാമത്തെ ഡെലിവറി ആണെങ്കിൽ പോലും വേദനയൊക്കെ ഒരുപോലെ തന്നെയല്ലേ വരിക. അപ്പോൾ അതിൻ്റേതായൊരു ടെൻഷനും ഇത്രയും ദിവസം അതുണ്ടായിരുന്നില്ല. പക്ഷേ ദിവസം എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് കേട്ടോ. എൻ്റെ ഡോക്ടറെ ഞാൻ കണ്ടില്ലായിരുന്നു. ഡോക്ടർ നമ്മുടെ അഡ്മിഷൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം സൈൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് NST നോക്കാൻ വേണ്ടിയിട്ട് കിടത്തേക്കും കേട്ടോ. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് NST നോക്കും. ഈ NST നോക്കുന്ന സമയത്ത് നല്ല പെയിൻ ഉണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ചെറിയ പെയിൻ വരുന്നുണ്ടായിരുന്നു. നല്ല പെയിനല്ല, ചെറിയ പെയിൻ കേട്ടോ. അതിന് ശേഷം ഒരു 7:30 ആയപ്പോഴത്തേക്കും നമുക്ക് ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയും തക്കാളിക്കറിയും അങ്ങനെ എന്തോ ആയിരുന്നു. ചെറിയ പെയിൻ വരും കൊണ്ട്, അത്ര വലുതല്ല എന്നാലും ചെറിയൊരു പെയിൻ വരും കൊണ്ട് കഴിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ പറഞ്ഞു ഫുഡ് നന്നായി കഴിക്കാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ അത്തൂസിൻ്റെ കാര്യം ആലോചിച്ച് ഒരു സമാധാനമില്ല. ഞാൻ ഇതുവരെ കൊച്ചിനെ പിരിഞ്ഞ് നിന്നിട്ടില്ല കേട്ടോ, ഒരു ദിവസം പോലും. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം എനിക്ക് എന്തായാലും ഉണ്ടായിരുന്നു. എന്തായാലും നാളെ അവളുടെ കുഞ്ഞാവ വരാൻ പോവല്ലേ, അതുകൊണ്ട് കുറച്ചൊക്കെ സഹിച്ചു. പിന്നെ അതേ രാത്രി ആയപ്പോൾ പിന്നെയും വന്നു NST കൊണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നോക്കി NST കറക്റ്റായിട്ടല്ല കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവരെന്നോട് പറഞ്ഞു നന്നായി വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒന്ന് നടന്നിട്ട് വരാൻ. ഒന്നാമത് ചപ്പാത്തി വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇതിപ്പോൾ എന്താ ഹാർട്ട് ബീറ്റിന് പ്രശ്നം വന്നതെന്ന് ഞാനിങ്ങനെ വിചാരിച്ച് കിടക്കും കേട്ടോ. ചെറിയ പെയിനും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതേ അവർ വാക്കിങ് ചെയ്യാൻ പറഞ്ഞു, ഇങ്ങനെ നടക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുമ്പോൾ കളിയാക്കുവാണ്. ഒത്തിരി വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് നടന്നതൊന്നും എനിക്ക് വീഡിയോ ആക്കാൻ പറ്റിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഞാൻ കിടക്കുന്നത് നമ്മുടെ കുഞ്ഞോ ഉണ്ടായിട്ടോ പുറത്ത് വന്നു. നോർമൽ ഡെലിവറി ആയിരുന്നു. ജൂലൈ 2-ാം തീയതി ആയിരുന്നു കേട്ടോ. രാവിലെ 5 മണിക്ക് മരുന്ന് വെച്ചു. പിന്നെ പെയിൻ വന്നു മെല്ലെ മെല്ലെ. അങ്ങനെ 1:18 ആയപ്പോൾ കുഞ്ഞാവുണ്ടായി. അങ്ങനെ ഇതേ ആദ്യമായിട്ട് കുഞ്ഞിനെ കണ്ടപ്പോൾ അത്തൂസിൻ്റെ ഒരു എക്സ്പ്രഷൻ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് അവൾ നേരൊന്ന് കാണുന്നത്. എൻ്റെ ഇതൊക്കെ പൊതിഞ്ഞ് എടുത്തുകൊണ്ടുവരുമായിരുന്നില്ലേ, അപ്പോഴൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാട്ടോ അവൾ നേരെ കാണുന്നത്. അപ്പോൾ എനിക്ക് അവളുടെ മുഖത്തൊരു റിയാക്ഷൻ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. എന്തായാലും അത് കണ്ടു. അങ്ങനെ ഇതേ നമുക്കുണ്ടായത് ബോയ് ബേബി ആട്ടോ. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും എൻ്റെ ഡെലിവറി ഒരു സ്റ്റോറി ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പോൾ എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല ഗൈസ്, കാരണം നേരെ പോലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ചെറിയ ചെറിയ ക്ലിപ്സ് എടുത്ത് വെച്ചാട്ടോ ഞാൻ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ എന്തായാലും അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ അതേ ലേബർ റൂമിൽ നിന്ന് ആദ്യമായിട്ട് ചേട്ടായി മേടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് കുഞ്ഞിനെ ഒന്ന് കയ്യിലെടുക്കുന്നത്. ഞാനും ചേട്ടായി കൂടി ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു പെങ്കൊച്ചാവുന്നു, ചേട്ടായി പറഞ്ഞു ചെക്കനാവുന്നു കേട്ടോ. അപ്പം മൂപ്പരുടെ പ്രൊഡിക്ഷൻ കറക്റ്റായി. എന്തായാലും എന്ത് കുഞ്ഞായാലും നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ എന്ത് കുഞ്ഞായാലും അക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങൾ 2 പേരും റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഗായ്സ്, എനിക്ക് ഇത്ര വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി അത് വലുതായാണ്. എന്തായാലും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.